ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോ നമ്മളൊരു അടിപൊളി വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ UAE ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ വ്ലോഗ്, ഈ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് കാണിച്ചിട്ടില്ല, അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ദുബായ് മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിപ്പോൾ ഏത് കൺട്രിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ദുബായ് മോൾ എന്ന് പറഞ്ഞാൽ അറിയാം. കാരണം സെക്കൻഡ് ലാർജസ്റ്റ് മോൾ ഇൻ ദി വേൾഡ് ആണ്, ഷോപ്പിംഗ് മോൾ ഇൻ ദി വേൾഡ് ആണ്. ഫസ്റ്റ് വരുന്നത് ഇറാൻ മോളാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുബായ് മോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി എത്തണ രണ്ട് മെയിൻ കാര്യങ്ങളാണ് ബുർജ് ഖലീഫയും പിന്നെ ഫൗണ്ടൈൻ ഷോയും. അപ്പോൾ ദുബായ് മോളിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം എപ്പോഴത്തെയും പോലെ. ദുബായ് മോളിൻ്റെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെവലപ്പർ ആൻഡ് ഓണർ എന്ന് പറയുന്നത് MR പ്രോപ്പർട്ടീസ് ആണ്. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ട് ചെയ്തിരിക്കുന്നത് DP ആർക്കിടെക്ട്സ് ആണ്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൗൺ ടൗൺ ദുബായിലാണ്. UAE ദുബായ് ഡൗൺ ടൗൺ ആ ഏരിയയിലാണ് വരുന്നത് ലൊക്കേഷൻ. മോർ ദാൻ 1200 ഷോപ്സ് ആണ് ഈ ദുബായ് മോളിലുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റും അതിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ ഞാൻ കണക്ക് ശരിക്കും നോക്കിയിട്ട് പറയാം. കാരണം ഒരു ഹ്യൂജ് ഏരിയ തന്നെ ഇത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഫുള്ള് നടന്ന് കാണണമെങ്കിൽ തന്നെ ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല എന്നാണ് നമ്മൾക്ക് പൊതുവെ പറയാൻ പറ്റുക. ഒരു 2 ദിവസമെങ്കിലും വേണം ദുബായ് മോൾ ശരിക്കും ഒന്ന് നമ്മൾക്കൊന്ന് കണ്ടിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ എന്തായാലും കാണിച്ചു തരാം. ഒരുപാട് ചാനലിൽ കൂടെ ഒരുപാട് വീഡിയോസിലൂടെ നിങ്ങൾ ചിലപ്പോൾ ബുർജ് ഖലീഫയും ദുബായ് മോളും ദുബായ് ഫൗണ്ടൈൻ ഷോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളുടെ സ്വന്തം ചാനലിൽ കൂടെ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് ഈ ഒരു കാഴ്ചകൾ എത്തിക്കുക എന്ന് പറയാ നമ്മൾക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ദുബായ് മോളിൻ്റെ ഉള്ളിലെ ഒരുപാട് നല്ല കാഴ്ചകൾ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബുർജ് ഖലീഫയും കാണിക്കുന്നതായിരിക്കും. ബുർജ് ഖലീഫ പുറമേ നിന്നും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എന്തായാലും കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ബുർജ് ഖലീഫയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2004 ജാനുവരിയിലാണ് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്, കൺസ്ട്രക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഇനാഗുറേഷൻ എന്ന് പറഞ്ഞത് 2010 ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞത്. 163 ഫ്ലോർസ് ആണ് നമ്മുടെ ബുർജ് ഖലീഫയ്ക്കുള്ളത്. ബാക്കി വിശേഷം എന്തായാലും നമ്മൾ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കാൻ, കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ദുബായ് മോള് എത്തിയിട്ടുണ്ട്. നമ്മൾ പാർക്ക് ചെയ്യാനുള്ള തിരക്കിലാണ്. ബാക്കി വിശേഷം വീഡിയോയിൽ കാണാം. ബൈ.
അപ്പോൾ ദേ ഈ കാണുന്നതാണ് ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ എന്ന് പറയുന്നത്. ദുബായ് മോളിൻ്റെ ഉള്ളിലാണ് ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. ഈ അക്വേറിയത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേൾഡിലെ ലാർജസ്റ്റ് ഇൻഡോർ അക്വേറിയം, വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻഡോർ അക്വേറിയം ഇൻ ദി വേൾഡ് ആണ് ഈ ദുബായ് മോളിലെ ഈ അക്വേറിയം. അതുമാത്രമല്ല ഇതിൽ 10 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു അക്വേറിയത്തിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂയിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് 33,000-ലേറെ അക്വാറ്റിക് ആനിമൽസ്, പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് പെൻഗ്വിൻസ്, പിറാനാസ്, ക്രാബ്സ്, ജെല്ലി ഫിഷ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ ഈ ഒരു അക്വേറിയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും നമുക്കിവിടെ പലതരത്തിലുള്ള ഷാർക്കുകൾ, പിന്നെ പല വെറൈറ്റീസ് ഓഫ് ഫിഷുകൾ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് അവർ ഈ അക്വേറിയം നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരാൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ഇതിനൊക്കെ ഫീഡ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ടൈം പോണത് അറിയില്ല, അത്രയും ഭംഗിയാണ് ഈ ഒരു അക്വേറിയത്തിൻ്റെ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ദുബായിലെ വൺ ഓഫ് ദി ടോപ്പ് അട്രാക്ഷനാണ് ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ എന്ന് പറയുന്നത്. അപ്പോൾ അക്വേറിയം തന്നെ നോക്കി നിന്നാൽ നമുക്ക് സമയം പോകുന്നത് അറിയില്ല, നമുക്ക് ഒന്ന് മൊത്തത്തിൽ കറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാക്കി വിശേഷം വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫയുടെ ഉള്ളിലേക്ക് പോണേക്കാൾ മുന്നേ തന്നെ നമ്മൾ ഈ പുറത്തുള്ള ഒരു ഏരിയ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പക്ഷെ ഒരുപാട് നേരം നമുക്ക് ആ പുറത്ത് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെയാണ് രാത്രി ഫൗണ്ടൈൻ ഷോ, ദുബായ് ഫൗണ്ടൈൻ ഷോ ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ എപ്പോഴെങ്കിലും ദുബായ് ഫൗണ്ടൈൻ ഷോ കാണാൻ വരുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഉള്ളിലെ വിശേഷങ്ങൾക്ക് തിരിച്ചു പോവാം. ദുബായ് മോളിലെ വേറൊരു ടോപ്പ് അട്രാക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാട്ടർഫോൾ. ദുബായ് വാട്ടർഫോൾ അല്ലെങ്കിൽ ഹ്യൂമൻ വാട്ടർഫോൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പിലാണ് ഈ ഒരു വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ 24 മീറ്റേഴ്സ് ആണ് വരുന്നത്. ഇത് ഒരു 3 ഫ്ലോറിൽ നിന്ന് നമുക്ക് നോക്കി ഈ ഒരു വാട്ടർഫോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും ഒരുപാട് നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് ദുബായ് മോളിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വാട്ടർഫോൾ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ദുബായ് മോളിൻ്റെ ഉള്ളിലെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഓർത്തത് നമ്മുടെ ബുർജ് ഖലീഫയിൽ കയറാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത ടൈം ആയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മളിതാ പെട്ടെന്ന് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബുർജ് ഖലീഫയിലെ വിശേഷങ്ങൾ കാണാം. അതായത് അറ്റ് ദ ടോപ്പ് ഓഫ് ബുർജ് ഖലീഫ.
അങ്ങനെ നമ്മളിതാ നിമിഷ നേരം കൊണ്ട് ബുർജ് ഖലീഫയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അതായത് വേൾഡിലെ ടോളസ്റ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 829.8 മീറ്റേഴ്സ് അല്ലെങ്കിൽ 2722 ഫീറ്റാണ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്രയും മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2004 ബുർജ് ഖലീഫയുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 2010 ഇത് ഓപ്പൺ ആയത്. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് $1.5 ബില്യൺ ആണ്. ടോളസ്റ്റ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ, ടോളസ്റ്റ് സ്ട്രക്ചർ എവർ ബിൽറ്റ്, ടോളസ്റ്റ് സ്കൈ സ്ക്രാപ്പർ, ഹയസ്റ്റ് എലവേറ്റർ, അങ്ങനെ ഒട്ടനവധി റെക്കോർഡ്സാണ് ബുർജ് ഖലീഫയ്ക്കുള്ളത്. ബുർജ് ഖലീഫയുടെ ഹൈറ്റ് സ്ക്വയർ ഫീറ്റിലും മീറ്ററിലൊക്കെ പറയണേക്കാൾ കൂടുതൽ നല്ലത് നമുക്കിതിൻ്റെ ഫ്ലോർസ് എത്ര ഉണ്ടെന്ന് പറയുമായിരിക്കും. 163 ഫ്ലോർസ് വിത്ത് 57 എലവേറ്റേഴ്സാണ് ബുർജ് ഖലീഫയ്ക്കുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്ര ഹൈറ്റിലാണ് ഈ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് ഉള്ളതെന്ന്. പുറത്തുനിന്നുള്ള പോലെ തന്നെ അത്യാവശ്യം തിരക്ക് ബുർജ് ഖലീഫയ്ക്ക് ഉള്ളിലുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഈ ഇത്രയും ഹൈറ്റിൽ നിന്നുള്ള ആ ഒരു വ്യൂ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസും എല്ലാം നമ്മൾക്ക് നല്ലൊരു മെമ്മറി ആയിരിക്കും അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ബുർജ് ഖലീഫയിലുള്ള അറ്റ് ദ ടോപ്പ് ഓഫ് ബുർജ് ഖലീഫയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷം വീഡിയോയിൽ കാണാം.
അങ്ങനെ നമ്മളിതാ ബുർജ് ഖലീഫയുടെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സ്റ്റേജസ് കാണാൻ സാധിക്കും. അവിടെ നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, വായിക്കാനും എല്ലാം നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇത് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 കാണിക്കുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. കാരണം ഓരോ സ്റ്റെപ്സും അവർ വളരെ വ്യക്തമായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഫാസ്റ്റായിട്ട് കാണിക്കാം. ദുബായ് മോളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ദുബായ് മോൾ ഒരു അത്ഭുതമാണ്. കാരണം നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ, നമുക്ക് ഒരുപാട് ഇഷ്ടം, നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ, ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. പിന്നെ ഷോപ്പിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒന്നും പറയാനില്ല, അത്രയും ഷോപ്പുകളാണ് ദുബായ് മോളിൻ്റെ ഉള്ളിലുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഈ ദുബായ് മോളിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ അതിന് വേണ്ടി നമുക്കൊരു ഫുഡ് കോർട്ടും ഉണ്ട് ദുബായ് മോളിൽ. അപ്പോൾ എല്ലാം കൊണ്ടും ദുബായ് മോൾ നമുക്കൊരു അത്ഭുതമാണെന്ന് തന്നെ പറയാം. അങ്ങനെ ദുബായ് മോളിലെ കുറച്ച് മേജർ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു വന്നപ്പോഴേക്കും അത്യാവശ്യം നമുക്ക് വിശപ്പിൻ്റെ വെളി വരാൻ തുടങ്ങി. അങ്ങനെ നമ്മളിതാ ഫുഡ് കോർട്ടിൽ നിന്ന് നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി അധികം വീഡിയോസ് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നില്ല ദുബായ് മോളിൽ. അത്യാവശ്യം ഇനിയിപ്പോൾ ഉള്ളത് ഷോപ്പുകൾ, അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാണിച്ചാൽ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ദുബായ് മോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.